പിന്നെ ഇന്ന് SSC GD 2022 ലാസ്റ്റ് ഷിഫ്റ്റ് 4 GD 2022 എക്സാം നടന്നതിൻ്റെ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് ദിവസത്തെ മാത്സിൻ്റെ പ്രോബ്ലം ഫുള്ള് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 24 നമുക്ക് എന്താണ് 3 × 8 എന്ന് എഴുതാം. തന്നേക്കുന്ന സംഖ്യ 3 കൊണ്ട് 8 കൊണ്ട് ഡിവിസിബിൾ ഏതാണോ അതാണ് 24 കൊണ്ട് ഡിവൈഡ് ആവുന്നത്. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ആവുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം 4 1 5, 5 5 10, 18 ഇതെന്താണ്, ഇത് 3 കൊണ്ട് ഡിവിസിബിളാണ്. ഇനി 9 2 11, 11 4 15 ഇതും എന്താണ് 3 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പം 8 1 9 9 6 15 ഇതും 3 കൊണ്ട് മൾട്ടിപ്പിളാണ്. അപ്പം 6 2 8 8 8 16 16 5 21 ഇതും എന്താണ് 3 കൊണ്ട് മൾട്ടിപ്പിളാണ്. 8ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ എന്താ അവസാനത്തെ 4 ഡിജിറ്റ് 8 കൊണ്ട് മൾട്ടിപ്പിൾ ആവാൻ നോക്കിയാൽ മതി. അപ്പം 458നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ 8 5 40 റിമൈൻഡർ 5 വരും. 58 എന്നുള്ളത് 8 കൊണ്ട് ഡിവിസിബിൾ അല്ല, അപ്പം ഇത് വരത്തില്ല. ഇനി 940 എടുക്കുമ്പോൾ എന്താ 8 11 ചെയ്യുമ്പം 88 വരും. റിമൈൻഡർ എത്ര 6 വരും. അപ്പം ഇവിടെ 6 റിമൈൻഡർ വരും. 60 അവസാനം വരും. 60 എന്നുള്ളത് 8ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഡിവിസിബിൾ അല്ല, അപ്പം ഇത് ഡിവിസിബിൾ ആവത്തില്ല. ഇനി 860 എന്നുള്ളത് എന്താണ് 8 10 80 വരും. 6 റിമൈൻഡർ വരും. ഇവിടെ എന്താണ് ഇത് ഡിവിസിബിൾ ആവത്തില്ല. 856 എന്നുള്ളത് 8 1 8 വരും. 7 8 56 വരും. ഇതെന്താണ് ഇത് ഡിവിസിബിൾ ആണ്. അപ്പം 3 കൊണ്ടും 8 കൊണ്ടും ഡിവിസിബിൾ ആയതിലേക്ക് ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ എന്താ LCM HCF തന്നിട്ടുണ്ട്. ഒരു നമ്പർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് മറ്റേ നമ്പർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം LCM × HCF എന്ന് പറയുന്നത് എന്താ ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സാണ്. അപ്പം 6 × 30 24 ഈക്വൽ ടു 54 × P എന്ന് എടുത്തോളാം. 54 വെട്ടിപ്പോയി. 9 വന്നു. 9 3024 കൂടെ വെട്ടിപ്പോയി എത്രയാണ് 336 വരും. അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ് 336 വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് 58 വോട്ട് കിട്ടിയവൻ എയും ബിയും മത്സരിച്ചു. 58 വോട്ട് കിട്ടിയവൻ എത്ര വോട്ടിന് ജയിച്ചെന്നാണ് പറഞ്ഞത്. 4032 വോട്ടുകൾക്കാണ് ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് എന്നാണ് ചോദിച്ചത്. ഒരാൾക്ക് 58% വോട്ട് കിട്ടിയെങ്കിൽ മറ്റേ ആൾക്ക് എത്ര ശതമാനം വോട്ട് കിട്ടി 42% വോട്ട് കിട്ടിയിട്ടുണ്ടാവണം. ഇവിടെ എന്താണ് വാലിഡ് വോട്ട്സ് മാത്രമേ ഉള്ളൂ എന്ന് കണക്ക് കൂട്ടിയാൽ. ക്വസ്റ്റ്യനിൽ അങ്ങനെ ഇൻവാലിഡ് വോട്ടിൻ്റെ കഥയൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കാം. ഇതിൻ്റെ ഡിഫറൻസാണ് നമുക്ക് തന്നേക്കുന്നത് എത്രയാണ് 40 32 എന്നുള്ളത്. അപ്പം 58 42 പോയ എത്രയാണ് 16%. 16%അല്ലേ 52 16%. അപ്പോൾ ഈ 16%ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 40 32. രണ്ടും കൂടെ ഞാൻ രണ്ടും കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ് ഇവിടെ 8 വരും. 20 16 വരും. 1 കൊണ്ട് 2 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ് 1008 വരും. ഇവിടെ എന്താ 4 വരും. 1 കൂടെ കിട്ടുമ്പോൾ എത്രയാണ് 2 വരും. 504 വരും. അപ്പോൾ 1ൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത് 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 252 വരും. അപ്പം 100ൻ്റെ വാല്യൂ എത്രയാണ് 252 00 25200 ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ ഈ പുള്ളിക്കാരി ഫ്ലാറ്റ് വാങ്ങിച്ചു 60 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 1,20,20 ലക്ഷത്തിന് മറിച്ചു വിറ്റു. എന്താണ് നേരെ 60% 60 വാങ്ങിച്ച പൈസ തന്നെയാണ് കൂടിയിരിക്കുന്നത്. 60 ലക്ഷം തന്നെയാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് 100% കൂടിയത്.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 30% ഡിസ്കൗണ്ട് ഇട്ടതിന് ശേഷം ഒരു സാധനം 2800 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്ര തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 30% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എന്താ ഉള്ളത്, 100ൽ നിന്ന് 30 കുറച്ചാൽ ബാക്കി 70% ഉള്ളൂ. അപ്പോൾ ഈ 70%-ൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്ര തന്നേക്കുന്നത്, 2800. അപ്പം 0 കട്ടി പോയി. 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്, 28/250/7. അപ്പോൾ 7 4 28 40 വരും. 1 യൂണിറ്റിൻ്റെ വാല്യൂ 40 ആണെങ്കിൽ 100ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്താണ്, അതാണ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ 100ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ, 4000 കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓഫ് 15% ഓൺ മാർക്കറ്റ് പ്രൈസ് ദ പ്രോഫിറ്റ് ഈസ് 5%. വാട്ട് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഓൺ മാർക്കറ്റ് പ്രൈസ് ബി ദെയർ ടു ഹാവ് 8% പ്രോഫിറ്റ് എന്നാണ് വെച്ചേക്കുന്നത്. ഒന്നുകിൽ എന്താ, നമുക്ക് റേഷ്യോ മെത്തേഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് കോസ്റ്റ് പ്രൈസ് ബൈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, എന്താണ്, 100 മൈനസ് ഡിസ്കൗണ്ട് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് എന്ന് എഴുതാം. ഈ തമ്മിൽ കാണാൻ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. കോസ്റ്റ് പ്രൈസിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ റേഷ്യോ എത്ര കിട്ടുന്നത്, 100 മൈനസ് ഡിസ്കൗണ്ട് എന്ന് പറയും 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. 100 മൈനസ് 15, പിന്നെ 100 പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് എത്ര ശതമാനം കിട്ടുന്നത്, 5% പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പം ഇവിടെ 85/105. ഇനി ഇതേ സംഭവം തന്നെ ഡിസ്കൗണ്ട് നമുക്കറിയത്തില്ല, പക്ഷേ പ്രോഫിറ്റ് നമുക്കറിയാം 108 അറിയാം. അപ്പം അതെങ്ങനെ എഴുതുന്നത്, 100 മൈനസ് ഡിസ്കൗണ്ട് ബൈ 100 പ്ലസ് 8 എന്ന് എഴുതാം. ഇത് രണ്ടും ഈക്വലാണ്. കാരണം എന്താ, കോസ്റ്റ് പ്രൈസിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ റേഷ്യോ ഇപ്പോഴും സെയിം ആയിരിക്കും. അപ്പം ഇവിടെ 85/105 എന്ന് എഴുതിക്കോളാം. ഇതെന്താ, സോൾവ് ഫോർ ബി ചെയ്താൽ മതി. ഇത് 108 ഞാൻ ഇവിടെ രണ്ട് സൈഡിൽ 5 കൊണ്ട് കിട്ടുക. അപ്പം എന്താ സംഭവിക്കുക, ഇവിടെ 21 വരും, ഇവിടെ 17 വരും. 21-നെ 3 കൊണ്ട് കിട്ടുമ്പോൾ എത്ര, 7. 108-നെ 3 കൊണ്ട് കിട്ടുമ്പോൾ 36 വരും. ഇനി ഇവിടെ 100 മൈനസ് ടി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 36x117 വരും. അതെത്ര, അല്ല 36x17 വരും. അതെത്ര, 612/7 എന്ന് വരും. ഇപ്പോൾ ഡി എന്ന് പറയുന്ന ഈക്വൽ ടു എന്താവും, ഈ ഡി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ എന്താ, മൈനസ് 612/7 എന്നാക്കി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 700 മൈനസ് 612 ചെയ്യുമ്പോൾ എത്ര, 88 എന്ന് തോന്നുന്നു. 88/7% ഡിസ്കൗണ്ട്. അത് ചെയ്യുമ്പോൾ എത്ര, 12.5 എന്ന് സംതിങ് വരും. അപ്പം ആൻസർ എത്രയാണ്, ഓപ്ഷനെ 12.6 ആണ്. ഇതൊന്നുമല്ല, വേണമെങ്കിൽ റേഷ്യോ മെത്തേഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഡിസ്കൗണ്ട് കൊടുക്കുന്നത് 15/100, അതായത് 3/20 വരും. അതായത് റേഷ്യോ എടുക്കുമ്പോൾ ഇത് മാർക്കറ്റ് പ്രൈസ്, ഇത് ഡിസ്കൗണ്ട് അലൗട്ട്. അതായത് മാർക്കറ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഡിസ്കൗണ്ട് എടുക്കുമ്പോൾ 20 രൂപയുടെ സാധനം 17 രൂപയ്ക്ക് വിറ്റും. 5% ലാഭം ഉണ്ടായതാണ്. 5%-നെ 1/20 എന്ന് എഴുതാം. 20 രൂപയുടെ സാധനം 21 രൂപയ്ക്ക് വിറ്റു. 20 രൂപയുടെ സാധനം 21 രൂപയ്ക്ക് വിറ്റു. ഇനി ഈ രണ്ട് റേഷ്യോ ഒരേപോലെ ആക്കണം. അതായത് ഇവിടെ × 17 കൊടുക്കണം, ഇവിടെ × 21 കൊടുക്കണം. 20 ഈ നിരയിൽ 17 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ 17 മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ 21 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 17 × 21 ചെയ്യുമ്പോൾ എത്രയാണ്, 357 ആണ്. അതുപോലെ 17 × 20 ചെയ്യുമ്പോൾ 340 വരും. അതുപോലെ 20 × 21 ചെയ്യുമ്പോൾ 420 വരും. ആണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്. 8% പ്രോഫിറ്റിൽ വിൽക്കുന്ന കാര്യം പറയുന്നത്. അപ്പം 340 × 8/100 ചെയ്യുമ്പോൾ എത്രയാണ്, 4/5. 27.2 കൂടുന്നത്. 27.2 കൂടുന്നത്. അപ്പം 367 രൂപ 2 പൈസയ്ക്കാണ് എടുക്കുന്നത്. ഈ അലോട്ട് ചെയ്ത ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പം അത് കാണാൻ എത്ര ചെയ്യണ്ടേ, 320 മൈനസ്
320 മൈനസ് 367.2 ചെയ്യുമ്പോൾ എത്ര? 52 ഈ ഡിഫറൻസ് വരുന്നത്. 52.8 ഇവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ 52.8 ബൈ 420 ഇൻറ്റു 100 ചെയ്തോളാം. അപ്പോൾ ആൻസർ എത്രയാണ്? ആൻസർ 12.5 എന്ന് വരും. ഇതിൽ എളുപ്പമായിട്ട് നമ്മൾ മെത്തേഡായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 90% ഓഫ് കോസ്റ്റ് പ്രൈസാണ്. അതായത് സെല്ലിംഗ് പ്രൈസ് ഈസ് 90 per kg. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഹി വെയിറ്റ് ഉള്ളി 800 ഗ്രാം ഇൻ പ്രൈസ് ഓഫ് 1 കിലോ. അതായത് 1 കിലോ എന്ന് പറഞ്ഞാൽ അയാൾ തൂക്കി കൊടുക്കുന്നത് 800 ഗ്രാമേ ഉള്ളൂ. ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ഷോപ്പ് കീപ്പർ ഓൺ സെല്ലിംഗ് 1 kg ഓഫ് ദിസ് പ്രൊഡക്റ്റ്. അതായത് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് സെല്ലിംഗ് പ്രൈസ് എന്നുള്ള കോസ്റ്റ് പ്രൈസിൻ്റെ 90% ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം കോസ്റ്റ് പ്രൈസ് 100 രൂപയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 90 രൂപയാണ്. ഇയാൾ ഇവിടെ 1000 ഗ്രാം വിൽക്കുമ്പം ഇയാളുടെ കോസ്റ്റ് പ്രൈസ് 1000 × 100 ഗ്രാം. അപ്പം ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി 1000 ഗ്രാം വിൽക്കുമ്പം ഇയാൾ ഹോൾസ് വെയിറ്റ് ഉപയോഗിക്കുന്നത് 800 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. അപ്പം 800 × 100 എത്രയാണ്? ഇത്ര ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. ഇനി 1000 ഗ്രാം ഇത്ര ഇതിൻ്റെ, അതായത് 1000 ഇൻറ്റു നമുക്കിവിടെ എന്താ ഗ്രാമിനെല്ലാം കിലോ ആക്കാം. അപ്പോൾ ഇവിടെ 1 കിലോ വരും. ഇവിടെ 800 ഗ്രാം വരും. അതായത് 4/5 0.8 ഗ്രാം എന്ന് വരും. അതായത് എത്രയാണ്? 4/5 വരും. 4/5 വരും. ഇനി ഇയാൾ വിൽക്കുന്ന എത്ര രൂപയ്ക്കെന്ന് പറഞ്ഞേ? ഈ 100ൻ്റെ 90%, അതായത് 90 രൂപയ്ക്ക്. അപ്പോൾ 400/5 ചെയ്യുമ്പോൾ എത്ര? 80 വരും. ഇവിടെ എത്ര പ്രോഫിറ്റ്? 10 പ്രോഫിറ്റ്. ആൻസർ എത്ര? ഓപ്ഷൻ സി 10 പ്രോഫിറ്റ് വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നേക്കുന്നത് ഈ പുള്ളി 64,000 രൂപയ്ക്ക് ബൈക്ക് വാങ്ങി 60,000 രൂപയ്ക്ക് വിറ്റു. അപ്പം നഷ്ടശതമാനം എത്രയാണ് ചോദിച്ചേക്കുന്നത്? 4000 നഷ്ടം. എത്രയിൽ? 64,000. 64,000 ഇൻറ്റു 100 ചെയ്തോളാം. വെട്ടിപ്പോയി. രണ്ട് കൊണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ 200 വരും. ഇവിടെ 32 വരും. 1 കൊണ്ട് ഞാൻ 100 2 കൊണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ 100 വരും. ഇവിടെ എത്ര? 16 വരും. 16 6 96 അപ്പം 16 6 96. ബാക്കി എത്ര റിമൈൻഡർ വരുന്നത്? 4/6 വരും. അപ്പം 4/6 4/16 വരും. 6 and 1/6 വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ടേഴ്സ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഓഫ് മണി അറ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 20% പെർ ആനം എന്ന് പറയുന്നത് ഫോർ ഇത് 1.5 ഇയേഴ്സ് ആട്ടോ. 1.5 ഇയേഴ്സ് ഈസ് 6200 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ ഫൈൻ ദ സം ഓഫ് മണി എത്രയെന്ന് ചോദിച്ചേക്കും. നമുക്ക് എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് 20% എന്ന് പറഞ്ഞേക്കുന്നത് അത് 1.5 ഇയേഴ്സിൽ. 1.5 ഇയേഴ്സിൽ 20% എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷത്തേക്ക് 20% വരും. പ്ലസ് 20ൻ്റെ പകുതി 6 മാസത്തെ പകുതിയും കൂടി എടുക്കുമ്പോൾ എത്രയാണ്? 30% വരും. അല്ല, നമുക്ക് 20% വെച്ച് 1.5നെ എങ്ങനെ എഴുതാൻ പറ്റും? 3/2 എന്ന് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ ഇതാണ് 30 എന്ന് കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുമ്പം എന്താ അത് 3 ടേം വരും. അതായത് 6 മാസം 6 മാസം 6 മാസം 6 മാസം 6 മാസം 6 മാസം. ഒരു വർഷത്തേക്ക് 20% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 മാസത്തേക്ക് 10%. 10% 10% വരും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 10 + 10 + 10 × 10/100 വരും. അപ്പം 21 ഇവിടെ വരുന്നത്. ഇനി 21 ഈ 10 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 21 + 10 + 21 × 10/100 വരും. വെട്ടിപ്പോയി. 31 + 21 × 1 ചെയ്യുമ്പോൾ 21 വരും.
ബൈ 10 ചെയ്യുമ്പോൾ 2.1 കൂടും. ചെയ്യുമ്പോൾ എത്രയും 33.1 കിട്ടും. അപ്പോൾ 33% എടുക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ 30 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ 33.1 കിട്ടും. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടുമ്പം 30 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ 33 കിട്ടും. അപ്പോൾ ഈ ഒരു ഡിഫറൻസാണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 6200. അപ്പം ഈ 3.1ൻ്റെ വാല്യൂ ആണ് എന്ത്? 6200. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഈ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ഒരു ക്വസ്റ്റ്യനാണ്. ഈ പുള്ളി എത്ര രൂപ കടം വാങ്ങി 2 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം, അതും 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? 5% പെർ ആനം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ഡിഡ് ഹി ബോറോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 5% എങ്ങനെ എഴുതാൻ പറ്റും? 1/20 എന്ന് എഴുതാൻ പറ്റും. അതായത് 20 രൂപ പ്രിൻസിപ്പിൾ 21 അതായത് എമൗണ്ടാണ്. ഫസ്റ്റ് ഇയറിൽ ഈ റേഷ്യോ ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പം ഈ റേഷ്യോ എങ്ങനെയാവും? 20 സ്ക്വയർ ഈസ് 21 സ്ക്വയർ ആവും. തേർഡ് ഇയറിലേക്ക് വരുമ്പം പ്രിൻസിപ്പിളും എമൗണ്ടും ഉള്ള റേഷ്യോ എങ്ങനെയാവും? ഇത് ക്യൂബാവും, ഇവിടെ ക്യൂബാവും. നമ്മളോട് ഇവിടെ സെക്കൻഡ് ഇയറിലത്തെ കാര്യം വരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മതി. നമ്മളോട് പറഞ്ഞേക്കുന്നത് വർഷാവസാനം ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? 1/21 സ്ക്വയറും 1/21 ആണ്. അപ്പോൾ അത് രണ്ടും സെയിം ആക്കണം. അത് സെയിം ആക്കാൻ എന്നാ ചെയ്യണ്ടേ? ഞാനിവിടെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്താണ്? 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 21ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441. അപ്പോൾ ഇത് രണ്ടും 441. 20/21 ഇത് എത്രയാണ്? 420 വരും. 420 വരും. അതേസമയം 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 20ൻ്റെ സ്ക്വയർ 400 വരും. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര? 820 വരും. അതുപോലെ വർഷാവസാനം അടയ്ക്കുന്ന ഈ ഒരു 441 അതായത് ഓരോ വർഷം അവസാനം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് അതിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്ര? 882 ഇവിടെ. അപ്പോൾ 441ൻ്റെ വാല്യൂ 882ആണ്. 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 2 യൂണിറ്റാണ്. അപ്പം 820ൻ്റെ വാല്യൂ എത്രയാണ്? അതിൻ്റെ നേരെ ഇരട്ടി എടുത്താൽ മതി. 1640 കിട്ടും. 1640 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ? കുറച്ച് പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:7:11 ആണ്. A:B:C ആണ്. എന്താ? ബി ഗെറ്റ്സ് RS 1500 മോർ ദാൻ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ഗെറ്റ്സ് 1500 മോർ ദാൻ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 യൂണിറ്റ്, അതായത് 7-ന് 5 പോയ എത്രയാണ്? 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 1500. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 500. അങ്ങനെയാണെങ്കിൽ ദെൻ വാട്ട് ഇസ് ദ ഷെയർ ഓഫ് ബി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 7 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? 7×5 35. 2 0 ഇട്ട് കൊടുത്തോളാം. 3500 ആൻസർ. എവിടെ തെറ്റിപ്പോയല്ലോ? അയ്യോ. അതായത് ഇത് 7-ന് 5 പോയ 2 ഈ 2 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 1500 തന്നേക്കുന്നത്. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 750. 1 യൂണിറ്റിൻ്റെ വാല്യൂ 750 ആണെങ്കിൽ 7 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 5250 രൂപയാണ്. 5250 ഓപ്ഷനായി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? ഈ 8-ൻ്റെയും 18-ൻ്റെയും തേർഡ് പ്രൊപ്പോർഷൻ എന്നുള്ളത് 2-ൻ്റെ 81-ൻ്റെയും x² + 2x + 2-ൻ്റെയും ഫോർത്ത് പ്രൊപ്പോർഷനുമായിട്ട് സെയിം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ തേർഡ് പ്രൊപ്പോർഷൻ്റെ ഇക്വേഷൻ എന്താ? B²/A ആണ്. അപ്പോൾ എയും ബിയും ഇതാണ്. അപ്പോൾ 18×18/8 അതിൻ്റെ തേർഡ് പ്രൊപ്പോർഷൻ എന്നുള്ളത്. ഇനി ഇതിൻ്റെ 4-ലെയും ഫോർത്ത് പ്രൊപ്പോർഷൻ കാണണം. അത് രണ്ടും ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫോർത്ത് പ്രൊപ്പോർഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചത്. 281 x² + 2x + 2
അതിനപ്പുറത്ത് ഒരു സംഖ്യ കൂടെ എടുത്തോ. അപ്പം ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് ഈക്വലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് തേർഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ 2D = എന്താണ് 81 × x² + 2x + 2. D എന്താണ് /2 ആവും, അങ്ങോട്ട് വരും. ഇതാണ് ഇതിൻ്റെ ഫോർത്ത് പ്രൊപ്പോർഷൻ. അപ്പം 81 × x² + 2x + 2/2 വരും. 2 8 വെട്ടി പോയിട്ട് 4 വരും. 4ഉം 18 കൂടെ വെട്ടി പോകുമ്പോൾ 2 9 വരും. 9ഉം 81 കൂടെ വെട്ടി പോകുമ്പോൾ ഇവിടെ 9 വരും. ആ 9ഉം 18 കൂടെ വെട്ടി പോകുമ്പോൾ ഇവിടെ 2 വരും. പിന്നെ ബാക്കിയുള്ള ഈ 2 കൂടെ വെട്ടിപ്പോയാൽ 1 വരും. അതായത് x² + 2x + 2 എന്ന് പറഞ്ഞാൽ = 1 ആണ്. ഇതിനകത്തേക്ക് ഓപ്ഷൻ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഓപ്ഷനിൽ ഓരോ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പം 2 എന്തായാലും വരത്തില്ല മനസ്സിലായി. കാരണം 2 ഇട്ട് കൊടുത്താൽ എന്താണ് 4 + 2 വരും. അതെന്തായാലും വരത്തില്ല, 1 ഈക്വൽ ആകത്തില്ലല്ലോ. ഇതുപോലെ -2 വരുമോ നോക്കാം നമുക്ക്. അല്ല 1ഉം വരത്തില്ല നമുക്കറിയാം, കാരണം 1 ഇട്ട് കൊടുത്ത് നോക്കിയാൽ 1² 1 വരും. ഇവിടെ 2 വരും. 3 + 2 എന്ന് പറയുന്നത് 5 വരും. ചുമ്മാ -1 ഇട്ട് കൊടുത്തു നോക്കുക. -1 എടുക്കുമ്പോൾ -1² എന്ന് പറയുന്നത് എത്ര 1 വരും. അതുപോലെ ഇവിടെ 2x ആണ്. അപ്പം എക്സിന് 1 കൊടുക്കുമ്പോൾ -2 വരും, +2 വരും. അപ്പോൾ ഇതിനോട് ക്യാൻസലായി പോയിട്ട് 1 ഈക്വൽ കിട്ടും. ആൻസർ എത്രയാണ് -1 ആണ് ആൻസർ വരുന്നത്. സാർ ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യത്തെ ആവറേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 9 പ്രൈം നമ്പേഴ്സിൻ്റെ എഴുതി കൂട്ടേണ്ട തന്നെ വരും. അപ്പം 2 3 5 7 9 വരത്തില്ലോ. 11 13 17 19 23 ആയോ. 1 2 3 4 5 6 7 8 9 ഇതെല്ലാം കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണ് 17 3 20. അതിൻ്റെ കൂടെ 30 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 50 വരും. അതിൻ്റെ കൂടെ 30 കൂടെ കൂട്ടുമ്പോൾ എത്ര 80 വരും. 80ഉം 10ഉം 90 93 95 വരും. 95 ആണ് ടോട്ടൽ സമയം. 9 ചെയ്താലാണ് ആൻസർ കിട്ടുന്നത്. കൂട്ടി പതിറ്റി പോയോ 5 പറഞ്ഞ് ബാക്കിയൊക്കെ കൊണ്ടുപോകാം. ഒന്നുകൂടെ ചെയ്യാം. ഇവിടെ 7 3 10ആയി. 17ഉം 23 കൂടെ ചേർത്താൽ 50ആയി. അതിൻ്റെ കൂടെ 19ഉം 11ഉം കൂടെ ചേർത്താൽ 80ആയി. 80ഉം 10ഉം 90 93 95 100 100/9 വരും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് 9 × 11 ചെയ്താൽ 99 വരും. അത് കഴിഞ്ഞ് ഒന്ന് റിമൈൻഡർ 11 and 1/9 ആണ് ആൻസർ വരുന്നത്. 11 and 1/9 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് ആവറേജ് ഓഫ് 6 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 68. വാട്ട് ഈസ് ദ ക്യൂബ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 6 കോൺസിക്യൂട്ടീവ് നമ്പർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 1 2 3 4 5 6 എന്ന് എഴുതാൻ പറ്റും. ആവറേജ് എന്ന് പറയുമ്പോൾ എല്ലാം 68 68 68 68 68 68 ആണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റിയലി പറയുകയാണെങ്കിൽ ഇത് ഒന്നും 68 അല്ലെന്ന് നമുക്കറിയാം. കാരണം എല്ലാം ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ എല്ലാത്തിനും 2 2 2 വ്യത്യാസം കാണും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 വ്യത്യാസം കാണും, 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 ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 വ്യത്യാസം കാണും. അപ്പോൾ 2 5 തവണ വന്നു കഴിയുമ്പം 5 × 2 10 ഗ്യാപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഈ നമ്പറും ഈ ആദ്യം കിടക്കുന്ന നമ്പർ അവസാനം കിടക്കുന്ന നമ്പറുമായിട്ട് 10 ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ 6 ഓഡ് നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 68 ആണെന്ന് പറയുകയാണെങ്കിൽ ഈ 68ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ഓഡ് നമ്പർ ആയിരിക്കില്ലേ ഇത് ഈ 2 ഭാഗത്തും വരാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 5 5 5 7 9 11 13 എടുത്തെന്ന് വെച്ചോ. നമ്പറോട് എടുക്കാം 15 എടുത്തോ. ഇതെല്ലാം ഓഡ് നമ്പറാണ്. ഇതിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ എന്താ വരുന്നത് 9നും 11നും ഇടയ്ക്ക് കിടക്കുന്ന നമ്പർ. അതായത് അത് 10 ഇതിൻ്റെ ആവറേജ് വരുന്നത്. അത് വേണമെങ്കിൽ ചെയ്ത് നോക്കിയോ. ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്ര 60 വരും. 60/10 ചെയ്യുമ്പോൾ എത്ര 6 കിട്ടും. അപ്പം 60/10 ചെയ്യുമ്പോൾ
10 ഇതിന് സം എടുക്കുമ്പോൾ 60 വരും. മൊത്തം എത്ര നമ്പറുണ്ട്? 1 2 3 4 5 6 നമ്പറുണ്ട്. 60/6 ചെയ്യുമ്പോൾ 10 വരും. ആവറേജ് 10 ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ഓഡ് നമ്പറാണ് ഈ രണ്ട് പൊസിഷനിലും വരുന്നത്. 68ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ഓഡ് നമ്പേഴ്സ് ഏതാ? 1 67, ഇവിടെ 67 വരും, ഇവിടെ 69 വരും. അപ്പം ഇങ്ങോട്ട് എഴുതാൻ പറ്റും. ഏതാണ്? 71 വരും, അതുപോലെ 73 വരും. ഇവിടെ എന്താണ്? 65 വരും, ഇവിടെ 63 വരും. ഇതാണ് എന്താ 6 നമ്പർ. നമ്മളോട് ചോദിച്ചേക്കുന്നത് 63 - 73 എത്രയാണ്? 10 വരും. ആ 10ൻ്റെ ക്യൂബ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 10ൻ്റെ ക്യൂബ് എത്രയാണ്? 1000 ആണ് ആൻസർ. ഓപ്ഷൻ ആയി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? A and B can complete a work in എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? 8 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അത് A തന്നെ ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? 16 ചെയ്യാൻ പറ്റും. ഇവിടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. അപ്പം എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1ഉം A + Bയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2ഉം ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഈ ജോലി തന്നെ എയും ബിയും കൂടെ ചെയ്യുക. പക്ഷേ എന്താണ്? ബി അയാളുടെ പകുതി എഫിഷ്യൻസി എടുക്കുന്നുള്ളൂ. ഇവിടെ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? A + Bയുടെ എഫിഷ്യൻസി നമുക്ക് 2 കിട്ടി. എയുടെ എഫിഷ്യൻസി 1 അറിയാം. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്താ? 1 തന്നെയാണ്. ഇനി എയും ബിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ ഇയാൾ 1 എടുക്കുന്നില്ല, 1/2 എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 16 വർക്ക് എയും ബിയും കൂടെ ചെയ്യുമ്പോൾ എ അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കും, ബി എത്ര? ഹാഫ് എടുക്കുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത ആൻസർ കിട്ടും. അതായത് 16/3/2 അല്ലെങ്കിൽ 32/2 വരും. 2/3 വരും. അതാണ് കറക്റ്റ് ആൻസർ. 32/3 ഡേയ്സ്. ഓപ്ഷൻ ബി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ആൾക്കാർ P and Q വർക്കിംഗ് ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 18 days. അതുപോലെ Q എലോൺ ആ ജോലി എത്രയാണ്? 36 ദിവസം കൊണ്ട് തീർക്കുന്നു. അതുപോലെ Q സ്റ്റാർട്ടഡ് വർക്കിംഗ് ആഫ്റ്റർ 6 days he left the work. P took up the remaining work. How many days will P take to complete the remaining work എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ അപ്പം P + Q എത്ര ദിവസം കൊണ്ട് തീർക്കുന്നത്? 18 ദിവസം കൊണ്ട് തീർക്കും. Q alone can do the work in എത്രയാണ്? 36 ദിവസം. അപ്പോൾ ഇവരുടെ 2 LCM കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്താണ്? 36 ആണെന്ന് മനസ്സിലായി. ഇയാളുടെ എഫിഷ്യൻസി 1ഉം ഇയാളുടെ എഫിഷ്യൻസി 2ഉം ആണെന്ന് മനസ്സിലായി. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? Q സ്റ്റാർട്ടഡ് വർക്കിംഗ് ആഫ്റ്റർ 6 days ഓഫ് വർക്ക്. അപ്പം ഒരു എഫിഷ്യൻസി വെച്ച Q എത്ര ദിവസം പണിതു? 6 ദിവസം ജോലി ചെയ്തു. അപ്പം 36ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ ബാക്കി 30 ജോലിയേ ബാക്കിയുള്ളൂ. 30 ജോലി ഇനി ആര് ചെയ്യണം? P തന്നെ ചെയ്യണം. Pയുടെ എഫിഷ്യൻസി എത്രയാണ്? P + Qൻ്റെ എഫിഷ്യൻസി, അതായത് P + Qൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അതിനകത്ത് Qൻ്റെ എഫിഷ്യൻസി നമുക്കറിയാം 1 അപ്പം 2ൽ നിന്ന് 1 പോയാൽ Pയുടെ എഫിഷ്യൻസി എന്താണ്? 1 മനസ്സിലായി. അപ്പം 30/1 ചെയ്യുമ്പോൾ 30 ദിവസം എടുക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ട്രെയിനും എയും ബിയും എപ്പാർട്ടായിട്ട് നിൽക്കും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 155 കിലോമീറ്ററാണ്. അതിനകത്ത് ഒരു ട്രെയിൻ 7 മണിക്ക് 7 AM പുറപ്പെടും. ആ ട്രെയിൻ പോകുന്ന സ്പീഡ് എത്ര? 20 km/h പോകുന്നത്. മറ്റേ ട്രെയിൻ 25 km സ്പീഡിലാണ് എയിലേക്ക് വരിക. അപ്പോൾ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതുപോലെ എന്താ ഇത്? ഈ ട്രെയിൻ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ ഒരെണ്ണം 7 മണിക്കും ഒരെണ്ണം 8 മണിക്കുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രെയിൻ എ എന്നുള്ളത് 2 നമ്മൾ 8 മണി എന്നുള്ള ഒറ്റ ടൈമിനൊക്കെ കേൾക്കാൻ പോവാം. അതായത് ട്രെയിൻ എ എന്നുള്ള 1 മണിക്കൂർ ഓടി കഴിഞ്ഞപ്പം എത്ര? 20 km/h 1 മണിക്കൂർ ഓടിയാൽ 20 കിലോമീറ്ററാണ് ഓടുന്നത്. അപ്പോൾ ഇവർക്കിടയിലുള്ള പുതിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 155 - 20 ചെയ്യുമ്പോൾ എത്രയാണ്? 135 വരും. 8 മണി ആയപ്പം 2 പേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 135 കിലോമീറ്റർ. അപ്പോൾ ഈ 135 കിലോമീറ്റർ ബൈ ഇനി ഇവരുടെ റിലേറ്റീവ് സ്പീഡ് ചെയ്യണം. റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 20ഉം 25ഉം. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്, അത് കൂടിയാണ് വരുന്നത്. അപ്പോൾ 20ഉം 25ഉം കൂടെ കൂട്ടി എത്രയാണ്? 45 വരും. 135/45 ചെയ്യുമ്പോൾ എത്രയാണ്? നമുക്ക് 3 കിട്ടും. എന്താ? 3 മണിക്കൂറാണ്. കാരണം എന്താ? ഇവിടെ കിലോമീറ്ററും ഇവിടെ അവറും. അപ്പോൾ km/h
കിലോമീറ്ററും ഇവിടെ കിലോമീറ്റർ പെർ അവർ ആവും. അപ്പം 3 മണിക്കൂറിന് കിട്ടും. അപ്പം 8 മണിയുടെ കൂടെ 3 മണിക്കൂർ കൂട്ടിയാൽ എന്താണ് നമുക്ക് ആൻസർ കിട്ടും. അപ്പം 9, 10, 11 മണിയാകുമ്പോൾ ഇവർ മീറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ഒരു ബോട്ട് 4 മണിക്കൂറിൽ 12 കിലോമീറ്റർ എലോങ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ആട്ടോ. അതുപോലെ 6 കിലോമീറ്റർ സെയിം ടൈമിൽ അപ്പ് സ്ട്രീമിലും പോകും. അങ്ങനെയാണ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ തന്നേക്കുന്ന ഡേറ്റ് വെച്ച് നമുക്ക് എന്താ ഡൗൺ സ്ട്രീമും അപ്പ് സ്ട്രീമും സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എന്താ 12 കിലോമീറ്റർ 4 മണിക്കൂറിൽ 12 കിലോമീറ്റർ 4 മണിക്കൂറിൽ പോകുമ്പോൾ എത്രയാണ് 3 കിട്ടും. 3 കിലോമീറ്റർ പെർ അവറാണ് എൻ്റെ ഡൗൺ സ്ട്രീം സ്പീഡ്. ഇനി അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ സെയിം കിലോമീറ്റർ തന്നെയാണ്, അതായത് 12 കിലോമീറ്റർ തന്നെയാണ്. അത് എത്ര മണിക്കൂർ കൊണ്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് 6 അങ്ങനെയല്ല, സെയിം 6 കിലോമീറ്റർ പോകും, പക്ഷേ സെയിം ടൈമിനാണ് പോകുന്നത്. അത് എത്രയാണ് 4 മണിക്കൂർ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് അപ്പ് സ്ട്രീം സ്പീഡ്. അപ്പം 6/4 ചെയ്യുമ്പോൾ 1/2 വരും, അതായത് 1.5 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. അപ്പം ഇത് ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. രണ്ടും കൂടെ കൂട്ടിയിട്ട് /2 എടുത്താൽ മതി, അതായത് 1.5/2 എടുത്താൽ മതി. അപ്പം 3, 3, 4, 4, 4/2 എന്ന് പറയുന്നത് 2.25 ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എന്താ, ഡയമീറ്റർ ഓഫ് ദ സർക്കിളാണ് സിലിണ്ടറാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇത്രയ്ക്ക് തന്നിരിക്കുന്നത് ഹൈറ്റ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ദ ബേസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ, ഏരിയ ഓഫ് ഇറ്റ്സ് ബേസ് എന്ന് പറയുന്നത് ഇത്രയും 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ πr² വാല്യൂ എന്താണ് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൈക്ക് എന്താണ്, പൈക്ക് 22/7 ആയിട്ട് കൊടുത്തോളാം. 22/7 r² എന്താണ് 30 എന്ന് കിട്ടും. r² കാണാൻ 30 ഡിവൈഡ് ബൈ 22/7 എന്ന് വരും. അതായത് 7/22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു 7/22 വരും. ഓപ്ഷനിലെല്ലാം പൈ ആയിട്ട് തന്നെയല്ല കിടക്കുന്നത്. അപ്പം ഇത് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. r² എന്ന് പറയുന്നത് എന്താണ് 30/π വരും. ആറിൻ്റെ വാല്യൂ എന്താ √30/π വരും. ഇതാണ് കറക്റ്റ് ആൻസർ, √30/π, ഓപ്ഷൻ ഡി. ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇവിടെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കഥയാണ് പറയുന്നത്. റെക്റ്റാങ്കിളിൽ ലെങ്ത്ത് എത്രയാണ്, ലെങ്ത്ത് 30ഉം ബ്രെഡ്ത്ത് 20ഉം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ കോർണറിലും 7 മീറ്റർ നീളമുള്ള കയർ വെച്ച് പശുവിനെ കെട്ടിക്കുക. അപ്പോൾ ഇവിടെ ഒരു 7 മീറ്റർ വരും, ഇതൊരു 7 മീറ്റർ വരും, ഇതൊരു 7 മീറ്റർ വരും, ഈ ഒരു 7 മീറ്റർ വരും. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ള ഏരിയ കാണാൻ എന്ത് ചെയ്യണ്ടേ, ഈ റെക്റ്റാങ്കിൾ ഏരിയയാണ് ഈ 4 ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ അങ്ങ് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 4 ക്വാഡ്രൻറ്റ് ചേരുമ്പോൾ ഒരു സർക്കിളാവും. ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കിളിനെ 4ആയിട്ട് മുറിച്ച് 4 സൈഡിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര വരുന്നത്, 30 × 20 വരും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അത് എത്രയാണ് 600 വരും. ഈ 600 നിന്ന് 7 മീറ്റർ നീളമുള്ള ദ ലെങ്ത് ഓഫ് ദ റോപ്പ് എന്ന് പറയുന്നത് 7 മീറ്ററാണ്. 7 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ ഏരിയ അങ്ങ് മൈനസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്, πr² അല്ലേ. π × r എത്രയാണ് 7 തന്നിട്ടുണ്ട്. 7 × 7 മൈനസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ 600 മൈനസ് 22/7 × 7 ചെയ്യുമ്പോൾ 7 കട്ട് ചെയ്ത് പോയി. 22 × 7 ഇത് എത്രയാണ്, 7 2 14, 7 2 14, 154 വരും. 600 154 പോയാൽ എത്രയാണ്, 600 100 പോയാൽ 500, 500 54 പോയാൽ 446 വരും. ഇതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി. അപ്പോൾ ഇതോടുകൂടി എന്താണ് SSC GD 2022 എല്ലാ ദിവസത്തെ എല്ലാ സെറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് 28
സെറ്റ് ചെയ്തിട്ടുണ്ട്. 28 സെറ്റ് എന്ന് പറയുമ്പോൾ എത്ര? 28 × 20 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 560 ക്വസ്റ്റ്യൻ ഈ പ്ലേലിസ്റ്റ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം 4 ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ 7 ദിവസമായിട്ട് നടന്ന പരീക്ഷയുടെ ഫുൾ ക്വസ്റ്റ്യൻസും മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് ഈ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ ചെയ്തിട്ടപ്പോൾ എത്രയാണ്? ഒരു 20+ അവേഴ്സ് എന്തായാലും വീഡിയോ ഉണ്ടാവും. കാരണം എന്താ, ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 40 മിനിറ്റോളം വരുന്നുണ്ട്. ഒരു സെറ്റ് ചെയ്യാൻ 40 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ പരമാവധി ഡീറ്റെയിൽ ആയിട്ട് പറയാനും ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കറിയാവുന്ന ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഞാൻ ഉപയോഗിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പം GD പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ പ്ലേലിസ്റ്റ് ഫുള്ള് PYQ ആണ്. ഇത് പ്ലേലിസ്റ്റ് അത് അപ്പാടെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. ഫോളോ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. GDക്ക് വേണ്ടി മാത്രമല്ല, MTS ചെയ്യുന്നവർക്കും വേണമെങ്കിൽ ചെയ്യാം. രണ്ടും ഏകദേശം എന്താണ് ഒരേ ലെവൽ തന്നെയാണ്. അതാണെന്നുണ്ടെങ്കിൽ എന്താ, CGL CHS പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്സ് ആദ്യം തന്നെ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് കയറുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഈ പ്ലേലിസ്റ്റ് ഫോളോ ചെയ്തിട്ട് വേണമെങ്കിൽ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ പാടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാവുന്നതാണ്. ഈ കംപ്ലീറ്റ് 28 സെറ്റും ഈ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എന്താ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കണ്ടിട്ട് മനസ്സിലാവാത്തൊക്കെ എന്താ റീവൈൻഡ് അടിച്ച് പോയി നോക്കി കണ്ടിട്ട് മനസ്സിലാക്കിയിരുന്ന് പഠിക്കുക. അപ്പം ബെസ്റ്റ് വിഷസ്.